ശൂദ്രോ ബ്രാഹ്മണതാമേതി, ശൂദ്രൻ ബ്രാഹ്മണനായി തീരും. അതെവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഛാന്തോഗ്യോപനിഷത്ത് എടുത്തു നോക്കുക. അതിന്റെ 4-ാം അധ്യായം ഛാന്തോഗ്യോപനിഷത്ത് ഇവിടെയും വാങ്ങാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ 4-ാമത്തെ അധ്യായം എടുത്തു നോക്കുക. അതിൽ പറയുന്നുണ്ട്, സത്യകാമൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പരിചാരികയുടെ മകനാണ്. പരിചാരികയുടെ മകനാകുമ്പോ ആരാണത്? അത് ശൂദ്രനാണ്. അവൻ ഒരേ ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? വേദം പഠിക്കണം എന്നാണ് ആഗ്രഹം. ശൂദ്ര ബാലകന് വേദം പഠിക്കണമെന്ന ആഗ്രഹം. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പേര് ജബാല. ജബാലയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേദം പഠിക്കണം, നീ പോയി പഠിച്ചോളാനാ പറഞ്ഞത്. അയ്യോ മോനെ, നീ പഠിക്കാൻ പോയ നിന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിവിടെ പരാമർശിക്കുകയുണ്ടായി. കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കുട്ടി ചെന്നിട്ട് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എന്താണ് പറഞ്ഞത്? നീ പോയി വേദം പഠിച്ചോളാനാ പറഞ്ഞത്. ശൂദ്രന്റെ അമ്മ. അയാൾ ചെന്ന് ഒരു വലിയ വേദ പണ്ഡിതനെ കണ്ടുപിടിച്ചു. ഹരിദ്രമത ഗൗതമ. ഹരിദ്രമത ഗൗതമൻ എന്ന പണ്ഡിതനെ കണ്ടുപിടിച്ചു. അദ്ദേഹം വേദം പഠിപ്പിക്കുന്ന ആളാണ്. കുട്ടി പഠിക്കാനായിട്ട് അമ്മോട് പറഞ്ഞു, അമ്മേ, ഗുരുവിനെ അഭിവാദനം ചെയ്യുമ്പോ അച്ഛന്റെ പേര് പറയണം. എന്റെ അച്ഛന്റെ പേരെന്താ അമ്മയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മ ഒരു പരിചാരികയായിരുന്നു. പലരെയും പരിചരിച്ച് നടന്ന കാലത്താണ് നീ ഉണ്ടായത്. നിന്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ ജാബാലനാണെന്ന് പറയുക. ജബാലയുടെ മകൻ ജാബാലൻ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഗുരു വിചാരിച്ചോളും എന്താണ് ജബാലൻ അച്ഛന്റെ പേരാണെന്ന് വിചാരിച്ചോളും എന്നാണ്. പക്ഷെ കുട്ടി അവിടെ ചെന്നിട്ട് ഗുരു ചോദിച്ചു, എന്താ മോനെ, നീ എന്താ വന്നത്? പറഞ്ഞു, വേദം പഠിക്കാൻ വന്നതാ. നിന്റെ അച്ഛന്റെ പേരെന്താന്ന് അപ്പ ചോദിച്ചു. കാരണം കുട്ടി ഇത് പറഞ്ഞിരുന്നില്ല. കുട്ടി കൃത്യമായി പറഞ്ഞത്, അമ്മ പറഞ്ഞു കൊടുത്ത സൂത്രമല്ല കുട്ടി പറഞ്ഞത്. എന്റെ അമ്മ ഒരു പരിചാരികയായിരുന്നു എന്ന് പറഞ്ഞ ഒരു ശൂദ്ര സ്ത്രീയായിരുന്നു. എന്റെ അച്ഛന്റെ പേര് എന്റെ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ അദ്ദേഹം പരിചാരകന്മാരെ വിളിച്ചു. അല്ലെ, ഹരമേ സമിതഃ ഉപ നൈതദ ബ്രാഹ്മണോ വക്ഷ്യതി. ബ്രാഹ്മണനല്ലാത്ത ഒരുവൻ ഇത് പറയാൻ കഴിയില്ല. സമിത്ത് കൊണ്ടുവരിക, ഞാൻ ഇവനെ ഉപനയിക്കട്ടെ. അപ്പോൾ തന്നെ ഉപനയിച്ചു ആ കുട്ടിയെ. ടൗൺ ഹാള് കിട്ടാൻ കാത്തുവന്നില്ല. ഇപ്പൊ ഉപനയനത്തിന് ടൗൺ ഹാളൊക്കെ കിട്ടിയിട്ട് ദിവസം നോക്കിയിട്ടാണ്. ആ കുട്ടിയെ അപ്പോൾ തന്നെ ഉപനയിച്ചു. കാരണം എന്താണ്? സത്യം പറയുക എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ ലക്ഷണം. സത്യം പറയണം, ആ ഒരൊറ്റ ക്വാളിറ്റി. കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരുന്ന ആളാണ് ബ്രാഹ്മണൻ. അദ്ദേഹം നമ്മുടെ പാസ്റ്ററെ പോലെ നുണ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? നുണ പറയാൻ പാടില്ല, സത്യം പറയുക. എന്ത് തന്നെ വന്നാലും സത്യമേ പറയൂ എന്നുള്ള ഗുണമുള്ള ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്.